അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മൾ ത്വായിഫിലെത്തിക്കഴിഞ്ഞു. ത്വായിഫിൽ നോക്കൂ, നിങ്ങൾ ഈ ബോർഡ് നോക്കൂ, വലിയൊരു കമാനം. ബാബു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവർക്ക് പേര് വിളിച്ചത്. അവർ പ്രസംഗിച്ച സമയത്ത് അവർക്ക് മധുരം തൊട്ട് നൽകിയത് ആരാണ്? ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ വാപ്പയുടെ അനുജ സഹോദരനാണ് ആര്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം നമ്മളെ നാടുകളിലൊക്കെ നമ്മൾ പല മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പോകാറുണ്ട്, അല്ലേ? പല സിയാറത്തിന് നമ്മൾ പോകാറുണ്ട്. മമ്പുറം പോകാറുണ്ട്, പുത്തമ്പള്ളി പോകാറുണ്ട്, ഏർവാടി പോകാറുണ്ട്, അജ്മീർ പോകാറുണ്ട്, അല്ലേ? അവരൊക്കെ മഹാന്മാരാണ്, ഔലിയാ ഉള്ളാഹി, ശുഹദാ ഉള്ളാഹി, അല്ലേ? എന്നാൽ ഇവിടെ കിടക്കുന്ന മഹാന്റെ പോരിശ് എന്താന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ പ്രമുഖനാണ് മഹാൻ. അസ്ഹാബി കൻജൂമി ഫബിഅയ്യിഹിം ഖതദൈതും ഇഖ്തദൈതും. എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ് എന്ന് പറഞ്ഞാൽ സഹാബത്ത് നക്ഷത്രത്തെ പോലെയാണ്. ഫബിഅയ്യിഹിം ഇഖ്തദൈതും, അവരിൽ ആരെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നോ, പിന്തുടരുന്നുവോ, നിങ്ങൾ ഇഖ്തദൈതും, നിങ്ങൾ നേർമാർഗത്തിലാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹാബാക്കളിൽ പ്രമുഖനാണ് മഹാനവറുകൾ. അള്ളാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്ത് നബി തങ്ങൾ അനുഗ്രഹ ആശിസ്സുകൾ നൽകി അവിടുന്ന് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത മഹാനാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മുസ്ലിം ലോകം അംഗീകരിച്ച കാര്യമാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ, ധാരാളം ഹദീസുകൾ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞാൽ, ഇപ്പൊ ഖുർആന്റെ വിഷയത്തിൽ ലോക പണ്ഡിതന്മാർ സ്വീകരിക്കുന്നത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീറാണ്. കാരണം അദ്ദേഹത്തിൻ്റെത് അവസാനത്തെ സ്റ്റേറ്റ്മെന്റാണ്. അങ്ങനെയുള്ള മഹാൻ അന്തിയുറങ്ങുന്നത് ഇവിടെയാണ്. മഹാനവറുകളുടെ മഖ്ബറ ഈ പള്ളിയുടെ ഒരു സൈഡ് ഭാഗത്തുണ്ട്. അദ്ദേഹം ലോകപ്രസിദ്ധനായ ഖുർആൻ പണ്ഡിതനായതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽപ്പെട്ട പല ഗ്രന്ഥങ്ങളും ഇവിടെയുണ്ട്. അദ്ദേഹം ആദ്യകാലത്ത് ദർസ് നടത്തിയിരുന്നതും അവർ താമസിച്ചിരുന്നതും അവർ ക്യാമ്പ് ചെയ്തിരുന്നതും അന്നത്തെ ഒരു വീടും അന്നത്തെ ഒരു കിണറും ഈ കെട്ടിന്റെ അകത്താണ്. ഈ കെട്ടിന്റെ അകത്താണ്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് വാഹനം തിരിച്ചു പോകുമ്പോ യോട്ടം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ നമ്മളെ ചെക്കുർക്കാണ് ഇതുള്ളത്. നമ്മളെ അരീബ ട്രാവൽസിന്റെ മൊഹ്മാലി ഉസ്താദിന്റെ നേതൃത്വത്തിൽ വന്ന സംഘം ത്വായിഫിലെ ഇബ്നു അബ്ബാസ് തങ്ങളെ പള്ളിയുടെ ഒരു മനോഹാരിതയാണ് കാണുന്നത്. വളരെ മനോഹരമായ ഒരു പള്ളിയാണ് മസ്ജിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇവിടെ നമ്മളെ അവറാക്കുണ്ട്, നമ്മളെ തെർക്കി ഉസ്താദുണ്ട്, അമ്മദ്ക്കുണ്ട്, മഹമ്മൂദ്ക്കുണ്ട്, മുനീഷുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ ത്വായിഫിൻ്റെ പള്ളി, അതിൻ്റെ പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഉണ്ടോ, പ്രത്യേകിച്ച് ഇബ്നു അബ്ബാസ് തങ്ങൾ റഈസുൽ മുഫസ്സിരീനാണ്. അപ്പോൾ ഖുർആന് വലിയ പ്രാമുഖ്യപ്പെടുന്നുണ്ട്, വലിയ പ്രാമുഖ്യം ഖുർആനുണ്ട്. നിരവധി ഖുർആനുകൾ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അഹ്ലു സുഫയെ പോലെ മുതഅല്ലിമീങ്ങൾ, ഹിഫ്ദ് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. നിരന്തരം ഖുർആൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഖുർആൻ ഹിഫ്ദിനും അതിൻ്റെ ഹിസ്ബിനും ഒക്കെ വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മളെ ഹിസ്ബിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദാണ് തർക്കവി ഉസ്താദ്. അൽഹംദുലില്ലാ, മനോഹരമായ ത്വായിഫിലെ പള്ളിയുടെ ഇതിൻ്റെ തൂണൊക്കെ നോക്കി ഒരു ഭാഗത്ത് നിന്നാണ് നോക്കിയാൽ കറക്റ്റ് ഷൂട്ടാണ്. ഒരു ഭാഗത്ത് സെഫ് പോലെ ക്രമീകരിച്ച് വെച്ചത്. അല്ല, അവിടുത്തെ പരിസര പ്രദേശങ്ങളിലെ പ്രസിദ്ധനായ കാളിയാണ്, നിമിഷ കവിയാണ്. ൊരു ചെട്ടിയോ നായാടി പറയരൂ, അല്ലേ? ആ പാട്ട് കേട്ടൊരു രസം കിട്ടില്ലേ? നമ്മളെ മലയാളത്തിന്റെ, അല്ലേ? അത്രയും സാഹിത്യകാരനായിരുന്നു ബഹുമാനപ്പെട്ട ഒരു തീവണ്ടി ഇങ്ങനെ പോവാണ്. ആ തീവണ്ടിനെ നോക്കിയാട്ട് കവിത ഉണ്ടാവും. വെളിയങ്കോട്ട കാളിയായ ഉമറുൽ ഖാദി അദ്ദേഹം പൈസ പിരിച്ചു. എന്തിന്? പള്ളി ഉണ്ടാക്കാൻ. നമ്മളെ നാട്ടിലെ അടിയും പള്ളി ഉണ്ടാക്കാനല്ല, സൗദി അറേബ്യയിൽ അങ്ങനെ പിരിച്ചായിട്ട് ഇങ്ങനെ പൈസയായിട്ട് പോകുന്നു. അപ്പോൾ അവിടെ നാട്ടിൽ വലിയ ചർച്ചയായി. ബൈത്താ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സതീർത്ഥ്യനാണ്.
മമ്പറം തങ്ങളുടെ ശിഷ്യനാണ്. അപ്പൊ മമ്പറം തങ്ങളടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു. അപ്പൊ തങ്ങളെ വെറുകളെ ഉമർ കുറെ പൈസ പിരിച്ചിട്ടുണ്ട്, പള്ളി വളരെയും കാണില്ല. ഉമർ പൈസ പിരിച്ചിട്ടുണ്ട്, പള്ളി കാണില്ല എന്നോ പരാതിപ്പെട്ടു. അപ്പൊ മമ്പറം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അതിന് ബൈത്താ മുസ്ലിയാരെ അതിന് ഒരു അഡ്രസ്, ആ പള്ളി എവിടെയാന്ന് കാണാന് നിങ്ങള് ഹജ്ജിന് പോയിക്കോളിന്ന്. ഞങ്ങള് പള്ളി എവിടെയും കാണുന്നില്ല, അദ്ദേഹം പൈസ പിരിച്ചുണ്ടോയെന്ന് പരാതിപ്പെട്ടപ്പോ പറഞ്ഞപ്പോ എന്താണ്, എന്താ പറയുക, എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? അതേപോലെ എന്തെങ്കിലും കണക്ഷൻ വേണ്ടേ? ബൈത്താ മുസ്ലിയാരെ നിങ്ങള് ഹജ്ജിന് പോയിക്കോളി. മഹാനായ ബൈത്താ മുസ്ലിയാർ അങ്ങനെ ഹജ്ജിന് പോകും. ഹജ്ജിന് വന്നിട്ട് ഹജ്ജ് ഭയങ്കര തിരക്ക് ഹജ്ജിൽ അനുഭവപ്പെട്ടു. നമ്മളിങ്ങോട്ട് വരുന്ന വൈമല എന്ത് കണ്ടത്, മിന മുസ്ദലിഫ കണ്ടല്ലേ. അവിടെ എത്തി മഹാനായ ബൈത്താ മുസ്ലിയാർ വഴിതെറ്റിയപ്പോ ഇങ്ങനെ തള്ളി 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 പോകുന്ന അവസാനം അണഞ്ഞത് എവിടെയാണ്, ത്വായിഫിലാണെന്ന്. അങ്ങനെ ത്വായിഫിൽ വന്ന് വഴിതെറ്റി ഇവിടെ ഇങ്ങനെ നടക്കുമ്പോ, ഇങ്ങനെ പരിസരത്തൂടെ ഇങ്ങനെ നടക്കുമ്പോ ഇവിടെ കുറെ മലയാളികളെ കാണുന്നു, കുറച്ച് ബംഗാളികളെ കാണുന്നു. ഇവിടെ ഒരു പള്ളിന്റെ തകൃതയായിട്ടുള്ള പള്ളി നിർമ്മാണ പ്രവർത്തനം നടക്കും. അദ്ദേഹം ഇവിടെ വെച്ചിട്ട് കാണുകയാണ് ഒരു പള്ളി നിർമ്മാണം. അപ്പൊ മലയാളികളുണ്ട്, അതുപോലെ ഇവിടെയുള്ള പല ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലും വന്നിട്ട്. അപ്പൊ അവര് അവരോട് കാര്യങ്ങൾ പേര് നമുക്ക് ഭയങ്കര ഇഷ്ടല്ലേ? നിങ്ങൾക്ക് എത്ര ഇഷ്ടമുണ്ട് റസൂലുള്ളാഹിനോട്? എത്ര ഉണ്ട്? അങ്ങേയറ്റം തന്നെ പറയാൻ. എന്നാ 1,00,000 റുപ്യ നിങ്ങൾ എല്ലാരും സംഭാവന തരണം. ഉണ്ടോ നിങ്ങള്? دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ഈ പദ്യം ചൊല്ലിയപ്പോഴാണ് പരിശുദ്ധ മദീനയിൽ നിന്ന് അവിടെ നിന്ന് കൈയിട്ട് കൊടുത്തതെന്ന്. അത്രക്ക് വലിയ മഹാന. അവിടുത്തെ ഇഷ്ക് കൊണ്ട് നമ്മയും അവിടത്തിലേക്ക് അള്ളാഹു ചേർത്ത് തരട്ടെ. അവിടുത്തെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ.